നമ്മളെ ഫോണിൽ ഒരു ഡെയിലർ ഉണ്ട്. ഈ ഡെയിലർ നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത് നമുക്ക് ഫോൺ ചെയ്യാന്. എന്നാൽ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു അടിപൊളി ഡെയിലറാണ്. ഈ ഡെയിലറിൽ നമുക്ക് ഫോൺ ചെയ്യാ എന്ന് മാത്രമല്ല, വേറെ ഒരുപാട് സംഗതികളുണ്ട്. ഒരുപാട് ഫീച്ചറുകൾ മാത്രമല്ല, നമുക്ക് സ്വകാര്യമായിട്ടുള്ള സംഗതികളൊക്കെ സൂക്ഷിച്ചു വെക്കുക, ഒളിച്ചു വെക്കുക, മറച്ചു വെക്കുക, ഹൈഡ് ചെയ്യുക, അങ്ങനത്തെ പരിപാടിയൊക്കെ ഇതിൽ ചെയ്യാം. സെഡ് ഡെയിലർ എന്ന ഇതിന്റെ പേര് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഈ ഡെയിലർ കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാനാവും ഒന്ന് തുറന്നു നോക്കുക. നമ്മൾ ഇതൊന്ന് ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ ഇവിടെ ഉള്ളത്, ഇവിടെ ഒരു ഏറോ മാർക്ക് ഉണ്ട്, ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. വീണ്ടും ഏറോ മാർക്ക് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇപ്പോൾ ഒരു പെർമിഷൻ ചോദിക്കുക, അലോ ചെയ്ത് കൊടുക്കുക. പെർമിഷൻ ഒക്കെ കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് ഈ ടിക്ക് മാർക്ക് കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ചോദിക്കും, അതിനൊരു ആൻസറും കൊടുക്കുക. ഞാൻ ജസ്റ്റ് ഒരു ആൻസർ ഇവിടെ കൊടുത്ത് സേവ് കൊടുത്ത് ഇത്രയും ചെയ്താൽ മതി. അതിനുശേഷം നമുക്ക് ഇതിലൊരു പാസ്കോഡ് സെറ്റ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ ഒരു പാസ്കോഡ് കൂടെ സെറ്റ് ചെയ്ത് അതിനുശേഷം ഒന്നുകൂടി അത് കൊടുത്തിട്ട് കൺഫേം ചെയ്ത് ഇനി നമുക്ക് ഡെയിലർ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്താൽ ഇവിടെ നമ്മൾ സാധാരണ ഡെയിലർ ഉപയോഗിക്കുമ്പോൾ തന്നെ ഉപയോഗിക്കാം. ഫേവറേറ്റ്, റീസെന്റ്, കോണ്ടാക്ട്, കീപാഡ് ഒക്കെ ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് നമ്മളെ ആ പാസ്കോഡ് ഇവിടെ എൻ്റർ ചെയ്തിട്ട് കോൾ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്താൽ ഇവിടെ നമുക്ക് ഇമേജ്, വീഡിയോ, ഓഡിയോ എന്ന് പറഞ്ഞിട്ട് കുറേ സംഭവങ്ങളുണ്ട്. നമ്മളെ ഫോണിൽ നമുക്ക് ആവശ്യമുള്ള എന്ത് വേണമെങ്കിലും ഇതിൽ നമുക്ക് മറച്ചു വെക്കാനാവും, സൂക്ഷിച്ചു വെക്കാനാവും. കോണ്ടാക്ട് വരെ നമുക്ക് ഇതിലേക്ക് മാറ്റാം. അതായത് നമ്മളെ ഫോൺ കോണ്ടാക്റ്റിൽ നിന്ന് പേഴ്സണൽ കോണ്ടാക്റ്റുകൾ ഇതിലേക്ക് മറച്ചു വെക്കാം, സൂക്ഷിച്ചു വെക്കാം. ഒരു ഉദാഹരണത്തിന് നമ്മൾ ഇമേജ് എന്നുള്ള ക്ലിക്ക് ചെയ്താൽ നമ്മളെ ഫോണിലുള്ള ഏതൊരു ഇമേജും ഇവിടെ ആഡ് ഇമേജ് എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെ ഫോണിലുള്ള ഏതൊരു ഇമേജും ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതിലേക്ക് മാറ്റാം. പിന്നെ നമ്മളെ ഫോണിന്റെ ഗ്യാലറിയിൽ അത് കാണുകയില്ല. പിന്നെ അത് കാണണമെങ്കിൽ നമുക്ക് ഈ ഡെയിലർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നമ്മൾ കൊടുത്ത ആ പാസ്കോഡ് കൊടുത്താൽ മാത്രമാണ് നമുക്കത് കാണാൻ കഴിയും. അതുപോലെ തന്നെ വീഡിയോ, ഓഡിയോ, ഡോക്യുമെന്റ്, കോണ്ടാക്ട് എന്തും ഇതുപോലെ നിങ്ങൾക്ക് ഇതിലേക്ക് സേവ് ചെയ്ത് വെക്കാം. ഇനി ഇത് തിരിച്ച് ഗ്യാലറിയിലേക്ക് വേണമെങ്കിൽ വീണ്ടും അതൊന്ന് ലോങ് പ്രസ് ചെയ്തിട്ട് മേലെ ഒരു കണ്ണിന്റെ ഐക്കൺ കാണും, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഗ്യാലറിയിൽ അത് തിരിച്ചെത്തുകയും ചെയ്യും. സംഭവം പൊളിയല്ലേ? അപ്പൊ നമ്മളെ ഫോണിലുള്ള എന്തും സൂക്ഷിച്ചു വെക്കാൻ കഴിയുന്ന ഈ ഡെയിലറിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും കൊടുത്തേക്ക്. പാവം നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.